വിഘ്നേശ്വര ചാനൽ പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ പ്രോഗ്രാമുകൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മെസ്സേജായിട്ട് ഒരുപാട് ഉത്തരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ശരി ഉത്തരവും തെറ്റുത്തരങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. എന്തായാലും നമ്മുടെ പ്രോഗ്രാമുകൾ കാണുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഞങ്ങൾ എപ്പിസോഡ് ചിത്രീകരിക്കുന്നത്. ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ഹാപ്പി ആയിട്ട് വന്നൊരു വലിയൊരു ടീമിനെ നമ്മളങ്ങ് പരിചയപ്പെടാൻ പോവുകയാണ്. സുഖമാണോ? സുഖം തന്നെ. ഉച്ചയ്ക്ക് എന്ത് കഴിച്ചു? ബിരിയാണി കഴിച്ചു. എത്ര? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി എത്ര? ഒരെണ്ണം മാത്രമേ. ചിക്കൻ ബിരിയാണിയോടാണ് കൂടുതൽ താല്പര്യം? അങ്ങനെയില്ല, അത് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഉണ്ടായിരുന്നില്ല, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ല, വേറെ നമ്മുടെ ഇഷ്ടത്തിനുള്ളത് അനുസരിച്ച് അതേ ഉണ്ടായിരുന്നു. അത്രേ ഉണ്ടായിരുന്നു. ഈ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഏതാണ് കൂടുതൽ ഇഷ്ടമുള്ള വിഭവങ്ങൾ വെക്കാൻ വേണ്ടി? ചോറും കറിയാണ് കൂടുതൽ. സ്പെഷ്യൽ കറി ഏതാണ്? മീൻ കറിയാണ്. പേര് പറ. ദിവ്യ ബിരിയാണി കഴിച്ചില്ലേ? എന്തോ ഒരു ടെൻഷൻ പോലെ മൂത്ത്. ദിവ്യ ഒന്നുമില്ലല്ലോ. എത്രയല്ല പഠിക്കണേ? ഫോർത്തിൽ പഠിക്കുന്നു. എവിടെ പഠിക്കുന്നു? ശരി. പാട്ട് പാടുമോ? പാട്ട് പാടുമല്ലോ, പറഞ്ഞായിരുന്നല്ലോ പാട്ട് പാടുന്നു. പിന്നെന്തൊക്കെയാ ഹോബീസ്? എന്തൊക്കെയാണ്? പാട്ട് ആയാലും പാടില്ല അല്ലേ? ശരി. നമസ്കാരം സാർ. സുഖമായിരിക്കുന്നല്ലോ? ബിരിയാണി തന്നെ അല്ലേ? ബിരിയാണി തന്നെ. നമ്മളെ കഴിക്കാതെ നിൽക്കുകയാണ്. കൈ കഴിയില്ലേ? സോപ്പിട്ട് കഴിക്കില്ല. ശരി ശരി. ഇത് എവിടെയാണ് സ്ഥലം? എവിടെയാണ്? ഞങ്ങൾ ഏറ്റുമാനൂർ, കോട്ടയം ഏറ്റുമാനൂർ. ശരി. നല്ല ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രം, നല്ല സ്ഥലമാണ്, എല്ലാം കൊണ്ടും സുന്ദരമാണ് അല്ലേ? തിരുവനന്തപുരത്ത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ വന്നതാണ് അല്ലേ? എത്ര ദിവസം ഇപ്പോൾ തിരുവനന്തപുരം എത്തിയിട്ട്? എത്ര ദിവസം? ഇന്നലെ വന്നു. ഫസ്റ്റ് ടൈമാണോ തിരുവനന്തപുരം വരുന്നത്? മുന്നേ വന്നിട്ടുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട് വന്നതാണോ അല്ല മുന്നേ? ഇതുപോലെ പല കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ. തിരുവനന്തപുരം കോട്ടയം കമ്പയർ ചെയ്യുമ്പോൾ കോട്ടയം ഇനിയും മാറാനുണ്ടോ? മാറ്റങ്ങൾ വരാൻ? ഇല്ല, കോട്ടയാണല്ലോ നമ്മുടെ അക്ഷരനഗരി എന്ന് പറയുന്നത്. അക്ഷരത്തിന്റെ ആൾക്കാർ. ഓക്കെ. എന്നാലും നമുക്ക് പറയുമ്പോൾ ഈ ഒരു മെട്രോ സിറ്റി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറയാം എറണാകുളം എടുത്ത് പറയും. പിന്നെ അതുപോലെ തന്നെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ് ജോബുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തിരുവനന്തപുരം എടുത്ത് പറയാം. അക്ഷരനഗരി നമ്മുടെ കോട്ടയം തന്നെയാണ്. ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താണ്? കോട്ടയത്തിന് ഒരു മാറ്റം വരണം എന്ന് ആഗ്രഹിക്കുന്നത്? കോട്ടയത്തെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. കാരണം വളരെ ശാന്ത, ഒരു സുന്ദരമായ ഒരു നഗരമാണ്. ഇത്രയും തിരക്കുകളില്ല. ആ തിരക്കില്ലാത്തതിൻ്റെതായ ഒരു ശാലീനത ഇപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പം അവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് ഭയങ്കരമായ ഒരു അനുഭവപ്പെടുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഇല്ല, പെട്ടെന്നില്ല, 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. ഇനി എവിടെയൊക്കെ കറങ്ങാനുണ്ട്? ഇനി അത്യാവശ്യം ഞങ്ങളുടെ ഗൈഡ് പുള്ളിയാണ്. പുള്ളിയുടെ അതനുസരിച്ചിട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ള പുള്ളിയെ പ്ലാൻ ചെയ്യുന്നത് കംപ്ലീറ്റ്. ഗൈഡാണോ ബിരിയാണി വാങ്ങിച്ചത്? അല്ല, ഗൈഡല്ല, ഗൈഡ് മേടിച്ചു തന്നത് കാശ് കൊടുത്ത് നമ്മളാ. ആ സത്യം പൊളിഞ്ഞു. നമസ്കാരം സാർ. കോട്ടയം തന്നെയാണോ? അല്ല, ഇവിടെ തൊടുപുഴ, വഴിത്തല. തൊടുപുഴ എവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രെയിമുള്ള സ്ഥലമാണ്, സിനിമയ്ക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. ഇപ്പോഴും സിനിമ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. താങ്കൾ പഠനകാലത്തിൽ ഈ നാടകത്തിലേക്ക് അഭിനയിച്ച ഒരാളാണോ? ആക്ടിങ് അല്ലെങ്കിൽ നാടകവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കലാമേഖലയിൽ ചെറുതായിട്ട് പണ്ടിങ്ങനെ ഉണ്ടായിരുന്നു? ചെറുതായിട്ട് അവാർഡ് പടത്തിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഏത് മേഖലയാ? ഇപ്പോൾ ഇവിടെ സൗദി അറേബ്യയിലാണ്. അപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്രയായി? വന്നിട്ട് ഒരാഴ്ചയുള്ളൂ. മീൻസ് എങ്ങനെ ഇടക്കിടക്ക് വരാൻ പറ്റുന്ന ഒരു ജോബാണോ അവിടുന്ന്? മീൻസ് നാട്ടിൽ അല്ലല്ല, വർഷത്തിൽ സ്കൂൾ അവധിയാകുമ്പോൾ. അവിടെ ഇപ്പോൾ വെക്കേഷൻ ആണ് അല്ലേ? ശരി. സൗദിയിൽ ഇപ്പോൾ എത്ര വർഷമായി? അപ്പോൾ അവിടെ 10-11 വർഷമായി. 11 വർഷമായിട്ട് ഒരേ കമ്പനിയിൽ തന്നെയാണോ? അല്ല, കമ്പനി മാറിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ. ഗൈഡ് പറ, എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ? ഇവരൊക്കെ നയിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നുണ്ട്? കസിനാണ്. പക്ഷേ ഇവിടെ നിൽക്കുന്ന പറയുമ്പോൾ അവിടത്തേക്ക് പോകോ? അങ്ങനെയല്ല, പറഞ്ഞത് ശരിക്കും കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോ? അത് കുഴപ്പമില്ല. ശരി ശരി. ഓക്കെ. പേരെന്തായിരുന്നു? ജോമൻ. സ്വദേശം എവിടെയാണ്? കോട്ടയം തന്നെ. ഓക്കെ. അപ്പൊ തിരുവനന്തപുരത്തായിട്ട് എങ്ങനെയാണ് പൊതുവെ ടച്ച്? ഞാൻ ഇപ്പം ജോലിയാണ് ബെഞ്ഞാറൂട്ടിലാണ്. ഹോട്ടൽ ഷെഫായിട്ട് വർക്ക് ചെയ്യുകയാണ്. കുറെ വർഷമായി? ഞാൻ 2 വർഷമായി. അപ്പോൾ ഫാമിലി എല്ലാവരും ഇവിടെ തന്നെ? ഫാമിലി നാട്ടിലാണ്. ഞാനിവിടെ താമസിക്കുകയാണ്. അപ്പോൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. വന്നതിന് ശേഷം താങ്കളുടെ സ്പെഷ്യൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തോ? എന്തുണ്ടാക്കി കൊടുത്തു? ഞങ്ങൾ ഇന്നലെ അവിടെ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് കഴിച്ചത്. അവർക്ക് ഇഷ്ടപ്പെട്ട ഏതായിരുന്നു ഐറ്റം? എല്ലാം ഇഷ്ടമായിരുന്നു. അത് ആളെ ഒന്ന് സൂചിപ്പിക്കാൻ അല്ല, അത് കുഴപ്പമില്ല. അതിലൊന്നല്ല, ഭക്ഷണത്തിന് കാര്യത്തിൽ എന്ത് ആംഗളങ്ങളല്ലേ അല്ലെ? ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? നല്ല ഭക്ഷണമായിരുന്നു. ഞങ്ങൾ അത്യാവശ്യം എല്ലാ ഫുഡും കൊടുത്തു. നൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, അതുപോലെ അങ്ങനെ ഒത്തിരി അങ്ങനെ ഓരോ ഐറ്റംസ് കൊടുത്തു. എപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മളെ ഈ മലയാളീസിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ ഇങ്ങനെയുള്ള ചിക്കൻ ഫ്രൈ, ഇങ്ങനെയുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് ഐറ്റം കൂടുതൽ കോമൺ ആയിട്ട് പിള്ളേരൊക്കെ ഇഷ്ടപ്പെടുന്നതാണല്ലോ. ഈ ഫോറിനേഴ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അവർക്ക് സദ്യ ഇഷ്ടമാണോ അവർക്ക്? ഫോറിനേഴ്സ് അങ്ങനെ സദ്യ കഴിക്കത്തില്ല. പിന്നെ നമ്മുടെ ഓണ ടൈമിനൊക്കെ വരുവാണെങ്കിൽ നമ്മുടെ ട്രഡീഷണൽ ഇതിലൂടെ അവർ കൂടും. അല്ലാതെ അവർക്ക് അങ്ങനെ അതിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പഠിച്ചതൊക്കെ എവിടുന്നായിരുന്നു? ഞാൻ പഠിച്ചത് എറണാകുളത്താണ്. പിന്നെ ഹോട്ടലിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് ഒരു 10-15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. വിദേശത്തും നോക്കി? സൗദിയിൽ ഞങ്ങൾ സൗദിയിലുണ്ടായിരുന്നു. സുഖമായിരിക്കുന്നോ? എന്ത് കഴിച്ചു? ബിരിയാണി തന്നെയാണോ കഴിച്ചത്? ഞാനും ബിരിയാണി മാത്രമേ ഉള്ളൂ അല്ലേ? വേറെ ഓർഡർ ചെയ്യാനില്ല അവിടെ? ശരി. പേര് പറ. സ്റ്റീവ്. ഓക്കെ. എത്രയിൽ പഠിക്കുന്നു സ്റ്റീവ്? ഞാൻ 12ൽ പഠിക്കുന്നു. എവിടെയാണ് പഠിക്കുന്നത്? ഞാൻ യു കെയിലാണ്. ഓക്കെ. എപ്പോൾ നാട്ടിലേക്ക് എപ്പത്തി? ഒരു 2 ആഴ്ച. 2 ആഴ്ചയായി. ഇവിടെ ഭയങ്കര ചൂടല്ലേ?
UK-നെക്കാളും ചൂടാണോ ഇവിടെ? UK-ലേക്കാളും ചൂടാ. അതും പോയി. ഇവിടെ നല്ലതെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചത്. ചൂടിന്റെ കാര്യത്തിൽ കേരളം ഒട്ടും മോശമല്ല. ഓക്കെ, ഇനി എപ്പോഴാണ് തിരിച്ചപ്പെടാം? ഒരു 2 ആഴ്ചയും കൂടി. 2 ആഴ്ചയും കൂടി ഉണ്ട്. ലൈഫ് സ്റ്റൈൽ ഹാപ്പിയാണ്? ആ. സൽമാൻ ഖാൻ അല്ലേ? അഭിഷേക് ബച്ചൻ. പേര് പറ. ലെവീസ് എത്രയിൽ പഠിക്കുന്നു? ഞാൻ 6th. ഓക്കെ, എവിടെയാ പഠിക്കുന്നത്? IST സൗദി അറേബ്യയിലാണോ? എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? പഠിത്തമൊക്കെ എങ്ങനെയുണ്ട്? എത്ര മണിക്ക് എത്തി ഇവിടെ മ്യൂസിയത്തിൽ? 10 o'clock. 10 o'clock എത്തി. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇനി എവിടത്തേക്കാ പോണേ? ഞാൻ ബീച്ചിലോട്ട് പോവാ. ബീച്ചിലോട്ട് പോവാ? പട്ടുച്ചക്കോ? ഒരു വൈകിട്ടാകുമ്പോൾ പോയാൽ മതി. കോൾ തോമസ് ശ്രദ്ധിക്കണം. കുറച്ച് ആൾക്കാർക്കൊക്കെ ഇപ്പം കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട്. അങ്ങ് ഇറങ്ങാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. ശരി, പേര്? എൻ്റെ പേര് ജോമോൾ. ജോമോൾ. ജോലി എന്താണ്? ഞാൻ നഴ്സാണ്. നേഴ്സാണ്. എവിടെയാണ്? സൗദിയിലാണ്. ഈ നമ്മുടെ കേരളത്തിലെ പെൺകുട്ടികൾ കൂടുതലും നേഴ്സിംഗ് ജോലിയിൽ വരുന്നത് ഈ വിദേശത്ത് ജോലി എന്നുള്ളൊരു ആഗ്രഹം കണ്ടുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരു കടന്നുകയറ്റമുണ്ടോ ഇപ്പോൾ സൗദിയിൽ? കൂടുതലും നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ച് കോട്ടയത്താണ് കൂടുതൽ പെൺകുട്ടികളൊക്കെ നേഴ്സിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അവിടെ ഉള്ളവരെ ജോലി പോയോ? ഇല്ല, ജോലി സാധ്യത കൂടുതലാണ്. സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഒത്തിരി പേര് ജോലി നഷ്ടമാകുന്നുണ്ട് എന്ന് ഒഴിച്ചാൽ സ്റ്റിൽ ഇങ്ങോട്ട് സ്വദേശിവൽക്കരണം ഇപ്പം ഭയങ്കര സീരിയസ് ആയിട്ട് അവിടെ നോക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട് അല്ലേ? ശരി. ഇനി കഴിഞ്ഞോ? ഇല്ല. പേര് പറയും. ശരൺ. എന്ത് ചെയ്യുന്നു ശരണേ? ഞാൻ 11ൽ പഠിക്കുന്നു. 11ൽ പഠിക്കണം. പാട്ട് പാടല്ലോ ശരൺ? ഇല്ല. എന്തൊക്കെയാ പാട്ട് പാടില്ലേ? പാടും. ഇന്നലെ ഏതൊരു പാട്ട് പാടില്ല? നിങ്ങൾ കൂടി ഇരിക്കുന്ന സമയത്ത് എന്തൊരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ പാടിയില്ലേ? ഞാൻ അത്രയും പാടാറില്ല ഇപ്പൊ. അല്ല, കുറച്ച് പാടിയാൽ മതി. ഉണ്ണി ഒരു പാട്ട് പാടും. ഉണ്ണി അവര് കഴിക്കുന്നത് തിരക്കില്ല. പാട്, ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് പാടും ഉണ്ണി. ഒരു ഇഷ്ടമുള്ളൊരു പാട്ട് പാട്. റെഡി? ഇതിന്റെ പാട്ടൊക്കെ ഒരുപാട് പേര്, എത്ര ആൾക്കാരെ കണ്ടോണ്ടിരിക്കണമെന്നറിയോ? പിന്നെ ചിലപ്പോൾ സിനിമയിലെടുക്കാൻ സാധ്യതയുണ്ട്. സിനിമയിലെടുക്കും. നീ പിന്നെ എന്തിനാ അവിടെ പോയി കഷ്ടപ്പെടും? നീ പാട്ട് പാട്. റെഡി? 1 2 3 സ്റ്റാർട്ട്. കൈയടിച്ച് വിളിച്ചു. ഇവരെ കോൺസെൻട്രേഷൻ എവിടെയാണെന്നറിയാം. അവർ എവിടെ തങ്ങി നിൽക്കുന്നില്ല, പോപ്കോൺ അതെടുക്കുന്ന ഒരു കോൺസെൻട്രേഷനിലാണ്. ശരി. അപ്പോൾ ഹാപ്പി ലൈഫാണ്, നല്ല കൂട്ടായ്മകൾ എപ്പോഴും. ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അല്ലേ? ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ഓ ശരി, നല്ല പേര്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. വെഞ്ഞാറുമൂട് ജോലി ചെയ്യുന്നു, കോട്ടയം, എല്ലാം കൂടി ഹാപ്പാണ്. അപ്പോൾ ഞങ്ങൾ വന്നൊരു കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ച് എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര്. ഓക്കെ, എപ്പോഴെങ്കിലും PS ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും PS ചെയ്തേണ്ട അവസരം ഇതുവരെ വന്നിട്ടില്ല? എഴുതിയിട്ടില്ല. ഓക്കെ, GK അല്ല, ഫണ്ണിയാണ്. ഫണ്ണി 10 ചോദ്യങ്ങൾ ഞാൻ ചോദിക്കും. ഉത്തരം അറിയെങ്കിൽ പറയാം. ആരാണോ കൂടുതൽ ഉത്തരം പറയുന്നത് അവർക്കാണ് സമ്മാനം. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ആൾക്കാരുണ്ടോ നിങ്ങളുടെ ഗ്രൂപ്പിൽ? ഈ ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ? ഇത്ര പേര് മാത്രമേ ഉള്ളൂ. ശരി, അപ്പോൾ 9 മക്കളും അല്ലേ? ശരി, ഈ ഒരു ടീം ഭയങ്കര ഹാപ്പി ആയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തിരുവനന്തപുരം കാണാൻ വന്നവർ, കോട്ടയത്ത് നിന്ന് വന്നവർ. അപ്പോൾ ഞങ്ങളുടെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, ഫണ്ണി ക്വസ്റ്റ്യൻ. 10 ചോദ്യത്തിലെ ആദ്യ ചോദ്യം. എപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഗ്ലാമർ അല്ലെങ്കിൽ സൗന്ദര്യം എന്നുള്ളത് അനുദിനം കൂടിക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് ഈ സൗന്ദര്യത്തിൻ്റെ ഒരു സ്റ്റൈൽ എത്രത്തോളം വന്നിറങ്ങിയപ്പോൾ ഒരു ഗ്ലാമർ, നമ്മളൊരു ശരിക്കും പറയാം മിനി ബോംബെ എന്നൊക്കെ ഒരു സൗന്ദര്യത്തിൻ്റെ എത്രത്തോളം ഉണ്ട് ഇവിടെ തിരുവനന്തപുരം? കാഴ്ചകൾ, സൗന്ദര്യത്തിന്റെ കാഴ്ചകൾ എങ്ങനെ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? അത് നഗരത്തിന്റെ കാഴ്ചകളായിരിക്കോട്ടെ, ഡ്രസ്സിംഗ് രീതി ആയിക്കോട്ടെ, ഏത് രീതിയിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? തിരുവനന്തപുരം കോട്ടയായിട്ട് കണ്ടിടത്തോളം വലിയ മാറ്റങ്ങളൊന്നും തോന്നിയില്ല. കോട്ടയത്ത് ഏതാണ്ട് സെയിം രീതി തന്നെയാണ് ഇവിടെ വരുന്നത്. എപ്പോഴും നമ്മുടെ സ്ത്രീകൾ എന്ന് പറയുന്നത് ഈ അണിഞ്ഞൊരുങ്ങാൻ, പ്രത്യേകിച്ച് ഇപ്പോൾ അതിനേക്കാൾ കൂടുതലാവുമല്ലോ പുരുഷന്മാർ അല്ലേ, ഒന്ന് ഗ്ലാമറായിട്ടൊക്കെ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. ഓക്കെ, ചോദ്യം. ഉടുത്തൊരുങ്ങാൻ ഉപയോഗിക്കുന്ന സംഖ്യ ഏതാണ്? സംഖ്യ, ഉടുത്തൊരുങ്ങാൻ ഉപയോഗിക്കുന്ന സംഖ്യ. കുസൃതിയാണ്, ആ രീതിയിൽ എടുത്താൽ മതി. ഗൂഗിളിൽ സെർച്ച് ചെയ്യേണ്ട, ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയ ചോദ്യമാണ്. എന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ. ഉടുത്തൊരുങ്ങാൻ ഉപയോഗിക്കുന്ന സംഖ്യ കുസൃതിയാണ്. ഉടുത്തൊരുങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു സംഖ്യ. ഒരു ക്ലൂ ഞാൻ വേണമെങ്കിൽ തരാം. ഒരു പ്രത്യേക ഒരു ആഘോഷ സമയത്താണ് നമ്മൾ ഈ ഒരു വാക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു സംഖ്യയാണ്, ഒരു നമ്പർ. ഓക്കെ, ഉടുത്തൊരുങ്ങാൻ ഉപയോഗിക്കും. ഭയങ്കരമായിട്ട് ചിന്തിക്കല്ലേ, അത്ര ഹൈ ലെവലിലേക്ക് പോകരുത്, നമ്മൾ കുറച്ച് ലോ ലെവലാ. അതായത് ഒരു ഭയങ്കരമായിട്ട് മലയാളികളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ആഘോഷ സമയത്താണ് ഈ ഒരു സംഖ്യ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതും കൊടുക്കുന്നതും വാങ്ങുന്നത് എല്ലാവരുടെയും ഹാപ്പി ആയിട്ടുള്ള ഒരു ആഘോഷമാണ്. ഈ ആഘോഷ സമയത്താണ് അല്ലല്ല നമ്മളിത് കൊടുക്കും. ചില ആൾക്കാർ ഞങ്ങൾക്ക് തരും. വയസ്സിന് മുതിർത്തുന്ന ആൾക്ക് നമ്മളിത് കൊടുക്കാറുണ്ട് ഒരു ആഘോഷ സമയത്ത്. മലയാളികൾക്ക് ഒരുപാട് ആഘോഷങ്ങളില്ലേ, അതിലൊരു ഭയങ്കര കൈനീട്ടമല്ല. ആ ഒരു ആഘോഷം എന്ന് പറയുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട്. ഇനി മറ്റൊരു ആഘോഷത്തിലേക്ക് കയറി പിടിച്ചോ ഈ ഉത്തരം കിട്ടും.
ഓണക്കോടി. കോടി. ആ കോടി റൈറ്റ്. ഒരു നല്ല കൈയടിച്ച് കൊടുക്ക്. റൈറ്റ്. എനിക്ക് അത് മാത്രമല്ല ഇല്ലുണ്ടല്ലേ. ശരി, രണ്ടാമത്തെ ചോദ്യം കുസൃതിയാണ്. അതായത് ഈ കാരണം ഈ ഫണ്ണി ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ. ഓക്കെ, ചോദ്യം ഇതാണ്. വീടുകളിലും പള്ളികളിലും പൊതുവായി ഉള്ളത് എന്താണ്? കുസൃതി. വീടുകളിലും പള്ളിയിലും. വീട്ടിലും ഉണ്ടാവും, പള്ളിയിലും ഉണ്ടാവും. കുസൃതിയാണ്. ആ രീതിയിൽ മാത്രം എടുക്കണേ ദയവേത്. അല്ല, ആ ഉത്തരം പറഞ്ഞതിന്റെ ചേതോ വികാരം എനിക്ക് മനസ്സിലായിട്ടില്ല. മണി വേണേ ഉപയോഗിക്കാം. വീടുകളിലും മണി ഉണ്ട്, പള്ളി മറ്റേ മണിയുണ്ട്. ആ ഒന്നുകൂടി മാറ്റി പിടിക്കുകയാണെങ്കിൽ അല്ല, അച്ഛൻ. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഇവൻ അവിടുന്ന് ബിങ്ങി പൊട്ടുകയായിരുന്നു കേട്ടോ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം. നമ്മൾ ചിലപ്പോഴെങ്കിലും നമ്മുടെ ഈ വയനാട് ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് ഈ ആനയുമായി ബന്ധപ്പെട്ട് ഭയങ്കര അപകടങ്ങളൊക്കെ പൊതുവെ പറയാറുണ്ട് അല്ലെ. കുത്തിക്കുന്നു, ചവിട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞവർ. ഒരിക്കലും നേരെ നടക്കാത്ത ആനയെ എവിടെയാണ് കാണപ്പെടുന്നത്? ഫോട്ടോ അല്ല, അല്ല, ഒരിക്കലും നേരെ നടക്കാത്ത ആനയെ കാണപ്പെടുന്നത് എവിടെയാണ്? കുസൃതിയാണ്, എന്നാൽ യഥാർത്ഥത്തിലുള്ളതാണ്. ഒരു ആന ഒരിക്കലും നേരെ നടക്കാത്ത ആനയെ എവിടെയാണ് കാണപ്പെടുന്നത്? ഇത് നേരെ നടക്കില്ല, അതിങ്ങനെ ആ കുസൃതിയാണ്, പക്ഷെ അത് യഥാർത്ഥത്തിൽ പൊതുവെ പറയുന്നതാണ്. ഒരു മത്സരവുമായി ബന്ധപ്പെട്ട് ആ ഞായോ അതായത് ഒരിക്കലും ഈ ആന നേരെ നടക്കുന്നത് കാണില്ല, ഒരു മത്സരമാണ്. ആ രണ്ടുപേർ മത്സരിക്കുന്നത്. ആ രണ്ടുപേരും മത്സരിക്കുന്ന ഒരു മത്സരം അല്ല, ആനയുമായി ബന്ധപ്പെട്ടതാണ്. രണ്ടുപേര് മത്സരിക്കുന്ന ഒരു മത്സരം. ഒരു ക്ലൂ കൂടെ ഞാൻ തരാം. ആ ഗുസ്തി മത്സരം. ഒരു ചെസ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ചെസ്സിന്. ഓക്കെ, നാലാമത്തെ ചോദ്യം. ചിലപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ ഭാര്യയെ മുത്തേന്ന് വിളിക്കും, സ്നേഹത്തോടെ മോളൂട്ടിന്ന് വിളിക്കും, ചക്കരയെന്ന് വിളിക്കും, അങ്ങനെ പൊതുവെ വിളിക്കും. എന്നാൽ ചോദ്യം, സ്വന്തം ഭാര്യയെ സാറേ എന്ന് വിളിക്കേണ്ട ഗതികേട് വന്നത് ആർക്കാണ്? സ്വന്തം ഭാര്യയെ സാറേ, സാമ്പാറല്ല, സ്വന്തം ഭാര്യയെ സാറേ എന്ന് വിളിക്കേണ്ട ഗതികേട് വന്നത് ആർക്കാണ്? കുസൃതി. സാറയുടെ ഭർത്താവ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യം. നമുക്ക് ചിലപ്പോൾ പറയാറുണ്ട് നമ്മൾ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് നമ്മൾ ഹൈ ലെവലിലേക്ക് പോകുന്ന സമയത്ത് ചില ബന്ധങ്ങളുണ്ടാവും, കുറച്ച് താണെന്ന് തോന്നുമ്പോൾ ചിലപ്പോൾ നമ്മളെ വിട്ടെറിഞ്ഞ് പോകുന്ന ചില സൗഹൃദങ്ങളും കൂട്ടായ്മകളൊക്കെ ഉണ്ടാവും. ചോദ്യം, ഉയർച്ചയിലും താഴ്ചയിലും കൂടെ ഉണ്ടാകുന്നത് ആരാണ്? ഇതൊക്കെ ഫണ്ണിയാണ്. ഉയർച്ചയിലും താഴ്ചയിലും പൊതുവായിട്ടുള്ളത് എന്താണ്? റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. ഞങ്ങൾ രണ്ട് വശങ്ങളിലായാണ് താമസം, പക്ഷേ നമുക്ക് പരസ്പരം കാണാൻ കഴിയില്ല. എന്താണ്? ഞങ്ങൾ രണ്ട് വശങ്ങളിലായിട്ടാണ് താമസം, പക്ഷേ നമുക്ക് പരസ്പരം കാണാൻ കഴിയില്ല. കുസൃതി. ഞങ്ങൾ രണ്ട് വശങ്ങളിലായിട്ടാണ് താമസം, പക്ഷേ ഞങ്ങൾക്ക് പരസ്പരം കാണാൻ കഴിയില്ല. അത് പറഞ്ഞ പെട്ടെന്ന് ഉത്തരം പറയൂ, അതാണ്. ഒരു ക്ലൂ പറഞ്ഞ എന്താകും ഇല്ല, ശരിയാവില്ല. കാരണം ഈ ക്ലൂ കൊടുത്തെന്ന് വെച്ചാൽ ഓവറായിട്ട് കുറെ ആൾക്കാർ തെറി പറയാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ആ പരിപാടി നിർത്തി. രണ്ട് വശങ്ങളിലായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്, പക്ഷെ നമുക്ക് പരസ്പരം കാണാൻ പറ്റില്ല. എല്ലാ ജീവജാലങ്ങൾക്കും ഉള്ളത് കണ്ണ്. റൈറ്റ് ആൻസർ, റൈറ്റ് ആൻസർ. അതും പറഞ്ഞിട്ട് എന്താ അഹങ്കാരം. ഓക്കെ, അടുത്ത ചോദ്യം. ഞാനൊരു മൃഗമാണ്, ഞാൻ സെറ്റിൽ തുടങ്ങി എയിൽ അവസാനിക്കും. എന്താണ്? സീബ്ര. റൈറ്റ് ആൻസർ. ഞാനൊരു മൃഗമാണ്, സെറ്റിൽ തുടങ്ങി എയിൽ അവസാനിക്കുന്നു. ഓക്കെ, എട്ടാമത്തെ ചോദ്യം. എന്നിൽ വളരെയധികം അക്കങ്ങളുണ്ട്, പക്ഷേ 13 എന്ന അക്കത്തെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ കഴിയില്ല. എന്താണ്? നിരവധി അക്കങ്ങളുണ്ട്, പക്ഷെ 13 ആ നീ പറഞ്ഞു, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനൽ പറഞ്ഞത്. എന്തായിരുന്നു? റോക്ക്. ആ ഓക്കെ. ഇവൻ വേറെ എവിടെയാ ഉള്ളത്? ഇവൻ ഭയങ്കര ഹൈ ആയിട്ട് ചിന്തിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ക്ലോക്ക്. അവൻ ഉദ്ദേശിച്ച മോൻ ക്ലോക്ക് എന്നാണ് ഉദ്ദേശിച്ചത്. അതെയോ? സോറിടാ, ക്ലോക്ക്. റൈറ്റ് ആൻസർ. ഓക്കെ, ഒമ്പതാമത്തെ ചോദ്യം. ഓക്കെ, ഒമ്പതാമത്തെ ചോദ്യം. പേര് കേട്ടാൽ 4-ൽ 1 ഉള്ളൂ. ശ്രദ്ധിക്കണം, പേര് കേട്ടാൽ 4-ൽ 1 ഉള്ളൂ, പക്ഷേ കാണുമ്പോൾ 2 എണ്ണമുണ്ട്. എന്താണ്? പേര് കേട്ടാൽ 4-ൽ 1 ഉള്ളൂ, പക്ഷെ കാണുമ്പോൾ 2 എണ്ണമുണ്ട്. ഒരു ക്ലൂ തരാം.
മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട്. അല്ല, മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട്. പേര് കേട്ടാൽ 4-ൽ 1 ഉള്ളൂ, പക്ഷെ കാണുമ്പോൾ 2 ഉണ്ട്. കാൽ പാദം. റൈറ്റ് ആൻസർ. കാൽപാദം. പേര് കേട്ടാൽ 4-ൽ 1 ഉള്ളൂ, പക്ഷെ കാണുമ്പോൾ 2 ഉണ്ട്. ഫൈനൽ ചോദ്യം കേട്ടോ. ചോദ്യം, വെളിച്ചത്ത് നിന്നും എടുത്ത് ഇരുട്ടത്ത് കാണുന്നത് എന്താണ്? ഫോട്ടോ. വെളിച്ചത്ത് നിന്നും എടുത്ത് ഇരുട്ടത്ത് കാണുന്നത് എന്താണ്? വെളിച്ചത്ത് നിന്ന് എടുക്കും, പക്ഷെ ഇരുട്ടത്ത് കാണും. വെട്ടം. അല്ല, അല്ല, വെളിച്ചത്ത് നിന്ന് എടുക്കും, ഇരുട്ടത്ത് പോയി കാണും. അല്ല, ഒന്നുകൂടി ചിന്തിച്ച കിട്ടും. വെളിച്ചത്ത് നിന്നാണ് നമ്മൾ ഇത് എടുക്കുക, ഇരുട്ടത്ത് നിന്നാണ് പോയി കാണുക. സിമ്പിൾ അല്ല. ഓ പിന്നെ നീ പറ. ഓ സിമ്പിൾ ആയതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ടഫാണ് കിട്ടുക. വെളിച്ചത്ത് നിന്ന് എടുക്കും, ഇരുട്ടത്ത് പോയി കാണും. സിനിമ. റൈറ്റ് ആൻസർ. ടിക്കറ്റ് എടുക്കുന്നത് വെളിച്ചത്ത് എടുക്കും, പോയി കാണുന്നത് ഇരുട്ടത്താണ്. പക്ഷെ നമ്മുടെ ഈ ഒരു എപ്പിസോഡിലെ 10 ചോദ്യങ്ങൾ കഴിഞ്ഞു. 10 ചോദ്യത്തിൽ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? ഒന്നുകൂടി. സാൽബിനോ. അപ്പോൾ സാൽബിനോ ഇദ്ദേഹമാണ് ഇതിൻ്റെ കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ വിജയി എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. സാൽബിനോ ചേട്ടാ, അപ്പോൾ ഹാപ്പിയാണ്. ഇനി ലൈഫൊക്കെ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോട്ടെ. സൗദിയിലേക്ക് ഇനി എപ്പോഴാണ് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു? 2 ആഴ്ച കൂടി വന്നിട്ട് മത്സരം ഒരു 10 കൂടി നീട്ടിയാലോ? ഓക്കെ. ഇന്ന് ഇതിനെ ചൊല്ലി കുറച്ച് അഹങ്കാരം ഉണ്ടാവും, അത് കുഴപ്പമില്ല. അത് ശരി. അപ്പോൾ എന്തായാലും നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് VMTV ന്യൂസ് ചാനൽ നൽകുന്ന ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പിയാണല്ലോ? ഫസ്റ്റ് ആണോ നമ്മുടെ ഒരു ക്യാമറയ്ക്ക് മുമ്പിൽ നിന്ന് മത്സരിച്ച് സമ്മാനം വാങ്ങിക്കുന്നത്? മുന്നേ ഇതുവരെ മത്സരിച്ചില്ല. പ്രോഗ്രാം ബോറായിട്ട് തോന്നിയോ? ഓക്കെ ആണല്ലോ? ഹാപ്പിയാണല്ലോ? ഓക്കെ. അപ്പോൾ എന്തായാലും സന്തോഷം. ഇഞ്ചോടിഞ്ചിന്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളും പുതിയ മുഖങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. 50 രൂപ നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി